ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് നീ എന്റെ കൂടെ പിറക്കാതെ പോയ ആങ്ങള് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം എനിക്ക് ദൈവം അറിഞ്ഞു തരില്ലായിരുന്നല്ലോ. നീ എന്നെ ഏൽപ്പിച്ച കാര്യം 100% ഉത്തരവാദിത്വത്തോടെ ഞാൻ നടത്തിയെടുക്കും. ഭഗവാനെ, വലിയ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകേണ്ടത്. തിരിച്ചറിവുള്ള കുട്ടികളാ. കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മന്ത്രങ്ങൾ ചൊല്ലേണ്ടി വരുമല്ലോ. എന്താ ഭർത്താവിന്റെ പേരെന്താ പറഞ്ഞത്? വിഷ്ണു. നക്ഷത്രം? രേവതി. ഇതാ ആള്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലൊരാൾക്ക് മറ്റൊരു സ്ത്രീ വന്ന് ബലിയിട്ടായിരുന്നല്ലോ. ഇന്നലെയാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇയാൾക്ക് സഹോദരിയോ മറ്റോ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അവർക്കാർക്കും ഇതറിയില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും? അടുത്ത ഒരാളെന്ന നിലയിലാണ് അവർ ബലിയിട്ടത്. ബലിയിടുമ്പോ അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. തിരുമേനി, ഇത് ആ ആള് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഏകദേശം ഇതേപോലത്തെ രൂപമായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ചടങ്ങ് നടത്താം. ഓരോരുത്തരും അനുഭവിക്കേണ്ട കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണമല്ലോ. വിഷ്ണു, നിന്റെ കുട്ടികളെ കൊണ്ട് നിന്റെ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നീ അവരെ ആരെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞാലും ഈ കർമ്മം ചെയ്യുമ്പോ നിന്റെ കുട്ടികളുടെ സാന്നിധ്യം അവിടെ വേണമായിരുന്നു. അതിനാണ് ഞാനിതിവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. നീ എന്താണോ മറ്റുള്ളവരെ അറിയരുതെന്ന് ആഗ്രഹിച്ചത്, അത് അവരറിയാനുള്ള അന്വേഷണത്തില. പോലീസ് ഇതെല്ലാം അന്വേഷിച്ച് പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി കഴിഞ്ഞു. ഇനിയും ഇതിവിടെ വച്ചോണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു പറയേണ്ടി വരും. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് തന്നെ ഇത് നിമഞ്ജനം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുക. ഞാൻ നിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഈ കർമ്മം ചെയ്യട്ടേടാ. ഞങ്ങൾ ഇതും കൊണ്ട് ഇവിടുന്ന് പോവുക. അറിയാലോ, നീ ഭൂമിയിൽ ഇല്ലെന്നുള്ള രഹസ്യം എന്നിൽ മാത്രമായി നിൽക്കണമെന്നല്ലേ നീ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിവിടുന്ന് മാറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതെന്നെ സങ്കടത്തിലാക്കും. അതുകൊണ്ട് ഞാനിത് ഒഴുക്കാൻ പോവാ. എവിടെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. அக்கா, நம்ம இதை மதுரையில போய் டிஸ்போஸ் பண்ணலாமா? அப்ப யாருக்கும் தெரியாது.
അങ്ങനെ എന്തെങ്കിലും ഉടനെ ചെയ്യണം സെൽവി. അല്ലെങ്കിൽ ആ സി ഒരു പ്രശ്നക്കാരനാ. நம்ம மதுரைக்கே போயிடலாக்கா, அவர் அங்க வரமாட்டாரு. എന്നാ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. വിഷ്ണു, ഞങ്ങൾ നിന്റെ ചിതാഭസ്മം കൊണ്ട് നിന്നെ ദഹിപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ പോവാ. അവിടെ ആയിരുന്നല്ലോ എല്ലാത്തിന്റെ അവസാനം. ഇതും അവിടെ തന്നെ നമുക്ക് ഒഴുക്കാം. എന്നെങ്കിലും ഇതൊക്കെ അറിയാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്ന് ഒരു പ്രായശ്ചിത്ത കർമ്മം നടത്തി ബലിയിടിയിപ്പിക്കാം. നിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനായി എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. ഒരാളെ ഒന്നും അറിയിക്കാതെ ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇതും ഞാൻ ചെയ്യും. എനിക്ക് നീ എന്റെ കൂടെ പിറക്കാതെ പോയ ആങ്ങള് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം എനിക്ക് ദൈവം അറിഞ്ഞു തരില്ലായിരുന്നല്ലോ. നീ എന്നെ ഏൽപ്പിച്ച കാര്യം 100% ഉത്തരവാദിത്വത്തോടെ ഞാൻ നടത്തിയെടുക്കും. ഉറപ്പാ, അതിലൊരു സംശയവും വേണ്ട. എന്തിനാ ശാരദമ്മ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ശാരദാമ്മേ? അത് മക്കളെ, നിങ്ങളുടെ അച്ഛൻ തിരിച്ചു വരാനുള്ള പൂജയാ. മക്കളെ പ്രാർത്ഥിക്കും, അച്ഛൻ തിരിച്ചു വരും. ഇതെല്ലാം കണ്ടിട്ട് ഒരിടത്ത് ഒളിച്ചിരിക്കാൻ അച്ഛനാവില്ല. വിഘ്നേശ്വര ഭഗവാനെ, വിഘ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ ചെയ്യുന്ന കർമ്മം ഫലിക്കാനായി വിഘ്നേശ് എന്നെ പ്രാർത്ഥിച്ചോളൂ. മക്കളെ തൊഴുതിരിക്കെ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണ്ണ ചതുഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. മുന്നിലിരിക്കുന്ന ഇലയിൽ നിന്നും രണ്ടുപേരും 2 പൂക്കൾ എടുത്തിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോ. പൂവ് കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. അതാ. പ്രാർത്ഥിച്ചോ മക്കളെ. കൈകൾ ശുദ്ധമാക്കിയിട്ട് ആ പവിത്രമെടുത്ത് മോതിരവിരലിൽ അണിഞ്ഞോളൂ.